നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിനിമയിലൊട്ടാകെ പലപ്പോഴും നടിമാർക്ക് പരാതി പറയാൻ കഴിയാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ ചില തുറന്നു പറച്ചിലുകൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അത്തരത്തിലാണ് ഒരു മീറ്റു മൂവ്മെന്റ് ഒക്കെ നമ്മുടെ സിനിമയിലടക്കം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം ഒരു സംഘടന, സിനിമയിൽ വനിതകളുടെ ഒരു സംഘടന, വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയോട് നിലവിൽ വന്നു. എന്നാൽ അത് എത്രമാത്രം ഫലപ്രദമായി എന്ന് വ്യക്തമല്ല. പലരും പലതട്ടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. എങ്കിലും ചില തുറന്നു പറച്ചിലുകൾ പല നടിമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ തുറന്നു പറച്ചിലുമായി എത്തിയിരിക്കുന്ന നടി മെറീന മൈക്കിളാണ്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അഭിനയിപ്പിച്ചു എന്നാണ് അവർ പരാതി പറയുന്നത്. പ്രതിഫലം ചോദിച്ചപ്പോൾ അസോസിയേഷനിൽ പരാതിപ്പെടുകയും ചെയ്തു. വെളിപ്പെടുത്തലുകളുമായി മെറീന മൈക്കിൾ രംഗത്ത് വരുന്നു. ഷൈൻ ടോം ചാക്കോയുമായുള്ള തർക്കത്തെ തുടർന്ന് നടി മെറീന മൈക്കിൾ ഒരു അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴാ മറ്റൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം. വയസ്സ് എത്രയായി എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് തനിക്ക് അലർജി കാരണം ഗുരുതരമായ ശ്വാസതടസ്സം നേരിട്ടുവെന്നും എന്നാൽ ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അന്ന് തന്നെ അഭിനയിപ്പിച്ചുവെന്നും ശമ്പളം ചോദിച്ചപ്പോൾ തനിക്കെതിരെ സംഘടനയിൽ പരാതി നൽകിയെന്നുമാണ് മെറീന മൈക്കിളിന്റെ ആരോപണം. വയസ്സ് എത്രയായി എന്നൊരു സിനിമയിൽ പ്രശാന്ത് മുരളിക്കൊപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ പറയുന്നത്. ഡസ്റ്റ് അലർജി ആയതിനാൽ എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. 4ാമത്തെ ദിവസം പ്രൊഡക്ഷനിലെ ചേട്ടൻ ചായയുമായി വരുമ്പോൾ എനിക്ക് തീരെ ശ്വാസം കിട്ടുന്നില്ല. അവർ എന്നെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. വടകരയിലെ ഒരു ആശുപത്രിയിലേക്കാണ് പോയത്. അവർ 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു. പരിപൂർണമായ റെസ്റ്റ് ആയിരുന്നു നിർദ്ദേശിച്ചത്. ശ്വാസം കിട്ടാത്തതിനാൽ നെബുലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നെ ICUവിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെയും കൂട്ടി വന്ന് എന്നെ അവിടെ നിന്നും ഡിസ്ചാർജ് ആക്കി. എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം വർക്ക് ചെയ്യിപ്പിച്ച് പിറ്റേ ദിവസം ഓഫ് തന്നു. അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഇതേ ആളുകൾ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ വിളിച്ച് ഞാൻ സഹകരിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടു. അസോസിയേഷനിൽ നിന്നും ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങി. ഞാൻ പ്രതിഫലം ചോദിച്ചതിന് ശേഷമാണ് ലൊക്കേഷനിൽ വന്ന് 6-7 ദിവസം കഴിഞ്ഞാണ് ആദ്യത്തെ ഷെഡ്യൂളിന്റെ പ്രതിഫലം ചോദിക്കുന്നത് തന്നെ. ഏതായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ സിനിമാ രംഗത്തെ പല പ്രവണതകളും ഇപ്പോൾ പുറത്തു വരുന്നു. തന്റെ ആരോഗ്യം കൂടി ത്യജിച്ച വർക്കാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പ്രതിഫലത്തിന്റെ കാര്യം വന്നപ്പോൾ താൻ പ്രതിഫലം ചോദിക്കാൻ ആരാ എന്ന് പറഞ്ഞ് അസോസിയേഷനിൽ പരാതിപ്പെടുകയായിരുന്നു. ഇതൊരു നടനായിരുന്നുവെങ്കിൽ കഥ മാറിയേനെ. പ്രശാന്ത് ആയിരുന്നു അവിടെയെങ്കിൽ ഞാൻ പ്രശാന്തുമായി ഇരുന്ന് സംസാരിക്കുമായിരുന്നു എന്നാണ് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മെറീന മൈക്കിൾ പറയുന്നത്. ഏതായാലും വളരെ കൃത്യമായ നിലപാടുകൾ തുറന്നു പറയുന്ന ചില നടിമാരെങ്കിലും മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.